ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പുഡിങ്ങാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ബൗളിലേക്ക് 1.5 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചെടുത്ത വെള്ളമാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോഫി മിക്സാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് കുറച്ച് സമയത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. പാൽ തിളയ്ക്കാനായിട്ട് തുടങ്ങുന്നത് വരെ നമുക്കിതിനെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു ചെറിയ ബൗളിൽ 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. കസ്റ്റർഡ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കസ്റ്റർഡ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടാക്കിയെടുത്ത പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോ ആക്കി വെക്കണം. ഈ കസ്റ്റാർഡ് മിക്സ് ചേർത്ത് ഉടനെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. പിന്നെ ലോ ഹീറ്റിലിട്ട് വേണം അതിനെ ബോയിൽ ചെയ്തെടുക്കാൻ. ചെറുതായിട്ട് തിക്കായി വരുന്നത് വരെ നമുക്കതിനെ ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വാനില ഫ്ലേവറിലുള്ള കസ്റ്റർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. എന്നാലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ പകുതി മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൽ ഒന്നിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 40 ഗ്രാം ചോക്ലേറ്റ് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ഇല്ലെങ്കിൽ കൊക്കോ പൗഡർ ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രേയിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെക്റ്റാങ്കുലർ ട്രേ ആണ്. അപ്പോൾ നിങ്ങളുടെ പുഡിംഗ് ട്രേയുടെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റാർഡിൻ്റെ മിക്സൊക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടീ ബിസ്ക്കറ്റ്സ് ആണ്. ഞാനിവിടെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കോഫി മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് പുഡിംഗ് ട്രേയിൽ നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ട്രേയുടെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും ബിസ്ക്കറ്റിൻ്റെ എണ്ണത്തിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് കസ്റ്റാർഡ് ലെയർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് ലെയർ മാത്രം ചെയ്താൽ മതി. ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിന് മുകളിലായിട്ട് അടുത്ത ലെയർ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. അത് ഇതുപോലെ തന്നെ കോഫി മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ചെറിയ ചൂടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് കട്ടയായി പോകും. എന്നിട്ടത് സ്പൂൺ കൊണ്ടോ സ്പാച്ചില കൊണ്ടോ ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് റൂം ടെമ്പറേച്ചറിലാവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് അതിനെ കവർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ആവാനായിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പുഡിങ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി.
പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.